എല്ലാവർക്കും നമസ്കാരം. ഈ ഹീലേഴ്സ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാർ പുതുതായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. പല സൈസിലുള്ള ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഏഞ്ചൽ ഹീലിംഗ്, റേക്കി, പ്രാണി ഹീലിംഗ്, അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരുപാട് ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. നല്ല കാര്യമാണ് ഹീലേഴ്സ് വരുന്നത്. കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് 2001 ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. 2001. അപ്പോൾ അന്ന് റേക്കിയുടെ ക്ലാസ്സുകളും ഹീലിങ്ങുമായിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. എനിക്ക് ഒരു സൈഡായിട്ട് ഞാൻ ചെയ്തത്, ഫുൾ ടൈമായിട്ടുള്ള പണിയൊന്നുമല്ല. സ്പിരിച്വാലിറ്റിയിൽ അന്ന് പോലെ താല്പര്യം വന്നുപോലെ നമ്മൾ ഈ പരിപാടിയിലേക്ക് ഇറങ്ങി. അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഹീലേഴ്സ് ഇല്ല, വളരെ കുറവാണ് ഹീലേഴ്സ്. പിന്നെ പഴയ കുറേ ആൾക്കാരുണ്ടായിരുന്നു, റെക്കിട പഠിപ്പിക്കുന്ന കുറേ മാസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പേപ്പറിലൊക്കെ, അന്നൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ പരസ്യം വരും. അപ്പോൾ അങ്ങനെ പരസ്യം വന്ന് കണ്ടിട്ടാണ് ഞാൻ പോയി പഠിച്ചത് ഈ സംഭവം. ഇപ്പോഴും നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, റേക്കി ചെയ്യുന്നുണ്ട്, വല്ലപ്പോഴും ക്ലാസ്സുകൾ വെക്കുന്നുണ്ട്. നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷേ ഹീലേഴ്സ് ഇപ്പോൾ ഒത്തിരി പേരുണ്ട്. നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹീലേഴ്സിനെ കാണാൻ പറ്റും. ഒത്തിരി ആൾക്കാർ വന്നിരുന്നിട്ട് ഓരോരോ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, അവരുടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ഈ പല ഹീലേഴ്സിൻ്റെയും ലൈഫിനെ പറ്റിയൊക്കെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നേരത്തെ മുതൽ. ഓരോരുത്തരും വന്ന് അവരെങ്ങോട്ട് പോകണമെന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അതിന് കാരണമുണ്ട്. ഞാനിത് പഠിച്ചൊരു 4 കൊല്ലം കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിങ്ങനെ, ഈ ഹീലിംഗ് ചെയ്യണത് നല്ലതല്ല, ഹീലേഴ്സ് കുറേ കഴിയുമ്പോൾ അവരുടെ ജീവിതം നശിച്ചു പോവുകയാണ്, അത് ദുരിതത്തിലേക്ക് പോവുകയാണ്, മൊത്തം ട്രാജഡിയാണ് അവരുടെ ലൈഫ്, മറ്റുള്ളവൻ്റെ കർമ്മം മുഴുവൻ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാനതിനെപ്പറ്റി അങ്ങനെ കേട്ടുകൊണ്ടാണ് ആക്ച്വലി ഞാൻ അതിനെപ്പറ്റി ഗൗരവമായിട്ട് ചിന്തിച്ചത്. അതുകൊണ്ടാണ് ഞാനിപ്പോഴും ഈ പ്രായത്തിലും ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളതിനെപ്പറ്റി റേക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഞാൻ അതരമായ കാര്യങ്ങളിലേക്ക്, മറ്റുള്ള കാര്യങ്ങളിലേക്ക്, വേറെ എന്തെല്ലാമാണ് നമുക്ക് പഠിക്കാൻ പറ്റുക, എന്തെല്ലാമാണ് അണ്ടർസ്റ്റാൻഡിങ്, എന്തെല്ലാമാണ് നോളജുകൾ, ദൈവികമായ ശക്തികളെ പറ്റിയും അങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റി പഠിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു ഗുരു എന്ന് പറയുന്ന ആളെ അന്വേഷണത്തിൽ കിട്ടിയില്ല. അങ്ങനെ പോയി പല ട്രാപ്പുകളിലൊക്കെ പോയി വീണിട്ടുണ്ട് ഞാൻ. നിങ്ങളും വീണിട്ടുണ്ടാവും, ഉറപ്പാണ്. പക്ഷേ എന്നിരുന്നാലും അവിടെ നിന്നൊക്കെ പിടിച്ച് കയറി ലാസ്റ്റ് മനസ്സിലാക്കിയത് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തന്നെയാണ് നമ്മുടെ ഗുരു. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഗുരു ഇരിപ്പുണ്ട്. നമ്മളുടെ കൂടെ നമ്മുടെ പാസ്റ്റ് ലൈഫ് ഗുരുസ് ഉണ്ടെന്നുള്ള സത്യം ഞാൻ പിന്നീട് മനസ്സിലാക്കി. അപ്പോൾ അവരുടെ ആ ഗൈഡൻസ് നമ്മൾ എടുത്താൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അവിടെയാണ് ഞാൻ വിജയിച്ചത്. ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചെയ്യുന്ന ഹീലേഴ്സിനോട് പറയാനുള്ളതാണ് കേട്ടോ അത്. ഇപ്പോൾ നിങ്ങൾ റെക്കി പഠിച്ചിട്ട് നിങ്ങൾ സെൽഫ് ഹീലിംഗ് ചെയ്യണ്ടാവും, ഒരു കുഴപ്പമില്ല. മറ്റുള്ളവൻ്റെ മേത്ത് കൈവച്ച് അല്ലെങ്കിൽ മറ്റുള്ളവന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ശ്രദ്ധിച്ച് ചെയ്യണം. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് പണ്ട്, നമ്മുടെ ശ്രീയമ്മിൻ്റെ പുസ്തകം. ഞാൻ അത് പുസ്തകങ്ങൾ നേരത്തെയൊക്കെ വായിക്കുമായിരുന്നു, ഇപ്പം അങ്ങനെ വായിക്കാറില്ല. അതിനകത്ത് അദ്ദേഹം എവിടെയോ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഹീലേഴ്സിനെ പറ്റി ഹീലിംഗ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് എവിടെയോ ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്. എവിടെയോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, പുസ്തകത്തിലാണോ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലാണോ ചാനലിലാണോ. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. കാരണം ഇന്നുള്ള ആൾക്കാരിൽ ഈ ഇദ്ദേഹവും രവിശങ്കറും രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം രണ്ടുപേരും ഭയങ്കര ഒരു നല്ല ഹൈ വൈബ്രേഷനിൽ ഇരിക്കുന്ന 2 ആൾക്കാരാണ്. രവിശങ്കർ ആണെങ്കിൽ ഒരു ലവ് എനർജിയുടെ, ഒരു ഫെമിനിൻ എനർജിയുടെ ഒരു എന്താണ് മഹാസംഭവമാണ് അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ സിസ്റ്റം ഞാൻ ഫോളോ ചെയ്യാനുള്ള. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെ ശ്രീയമ്മൻ്റെ ക്രിയായോഗ. അപ്പോൾ ശ്രീയമ്മനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നേരത്തേക്ക്. പക്ഷേ പിന്നീട് അത് നടന്നില്ല, തിരക്കുള്ള മനുഷ്യനാണെന്ന് മനസ്സിലായി. പിന്നെ ഞാനത് ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ ഇതിലേക്ക് തന്നെ ഒതുങ്ങി. ദൈവികമായിട്ടുള്ള കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോഴും അങ്ങനെ പോയിക്കൊള്ളു. ഇപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ച് വേറെ ആൾക്കാരോട് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും തോന്നാറില്ല. നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നുണ്ട്, അതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ, ഈ ഹീലേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റുള്ളവൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ കയറി എടുക്കരുത്. പിന്നെ ഒരു സോൾ റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാധ റിലീസ് ചെയ്യുമ്പോൾ അപകടമില്ലാതെ അതിനെ ലൈറ്റിലേക്ക് പറഞ്ഞേക്കാനുള്ള ടെക്നോളജി നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ശരീരത്തോട്ട് കയറാൻ അനുവദിക്കരുത്. അപ്പോൾ നിങ്ങൾ പ്രൊട്ടക്ഷനൊക്കെ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ? ഈ പ്രൊട്ടക്ഷൻ എടുത്ത് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, നിങ്ങൾ പ്രൊട്ടക്ഷനാണ്, നിങ്ങൾ പ്രൊട്ടക്ടറാണ്. എനർജി പ്രൊട്ടക്ഷൻ എന്തെങ്കിലുമൊക്കെ പല ടെക്നിക്സുകളുണ്ട്. പക്ഷേ നിങ്ങളുടെ കുടുംബം പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ സേഫ് ആണോ എന്നുള്ളത് ചിന്തിക്കണം. നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. കുടുംബത്തിലെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കാര്യം ശ്രദ്ധിക്കണം. അവർക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുന്നുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഇല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ നമ്മളിവിടെ ഇപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കും, അപ്പുറത്തേ കൂടി
ഫാമിലി സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോകും. കാരണം ഇത് ഇവിടെ ലീഡിങ് ആയിട്ടുള്ള ചില ആളുകളൊക്കെ എനിക്കറിയാം, പേഴ്സണലായിട്ട് അല്ല, വേറെ ആളുകൾ പറഞ്ഞിട്ട് അവരുടെ കാര്യങ്ങളെപ്പറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത്. അതിനകത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയണില്ല അതിനെപ്പറ്റി, കാരണം അങ്ങനെ ഒരാളെ പറ്റി പേഴ്സണലായിട്ടുള്ളൊരു ഒരാളെ പറ്റി ഞാൻ ഒരു വീഡിയോയിലും പറയാൻ ആഗ്രഹിക്കാത്ത ആളാണ്. കാരണം അത് ശരിയല്ലോ നമ്മൾ പറയണത്, ജഡ്ജ്മെൻറ്റൽ പരിപാടി ഇല്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. അത്തരം വിഷയങ്ങളുണ്ട്. പക്ഷേ അതിനെ നമ്മൾ പ്രോപ്പറായ രീതിയിൽ അതിനെ സറണ്ടർ ചെയ്ത് കളയാൻ, അല്ലെങ്കിൽ അത് റിലീസ് ചെയ്ത് കളയാൻ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പണി ചെയ്യുക. നിങ്ങൾ സ്വയം നിങ്ങളുടെ എന്താണ് ആപത്തിലേക്ക് നിങ്ങൾ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് എനിക്കും ബാധകമാണ് ഈ വിഷയം. അപ്പോൾ ഈ പറയുന്ന എനിക്കും ബാധകമായിട്ടുള്ള വിഷയത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ ഓവർ വർക്കിംഗ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒരു കേസ് ചെയ്യുമ്പോൾ ഒരു സോളിനെ പിടിക്കുന്നു അല്ലെങ്കിൽ ബാധനെ പിടിക്കുന്നു, അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ള ഒരു ശക്തിയാണെന്ന് വിചാരിക്കും, ഭയങ്കര ഹൈ പവർ ആയിട്ടുള്ള ശക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും, ശാരീരികമായ ബുദ്ധിമുട്ട് വരാറുണ്ട്. എനിക്ക് പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാ ദിവസവും ഈ ജോലി ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാസം ഞാൻ തുടർച്ചയായിട്ട് ജോലി ചെയ്തു, പക്ഷേ എല്ലാ മാസങ്ങളും ചെയ്യാൻ പറ്റാറില്ല. ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 5 ദിവസം 4-5 ദിവസമൊക്കെ വെറുതെ ഇരിക്കും. ഇതുപോലെ ഏതെങ്കിലും ഒരു സാധനം വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും. പക്ഷേ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. അത് ദേവി ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയില്ല. പക്ഷേ അത് ദേവിയുടെ ഹെൽപ്പ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് പറ്റണത്. പക്ഷേ എല്ലാവർക്കും ആ ഹെൽപ്പ് കിട്ടണമെന്ന് നിർബന്ധമില്ല. അത് ഇല്ലാത്ത ആളുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഉപാസന കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഉപാസന ഉണ്ടായാൽ മാത്രം പോരാ, ആ ഉപാസനാമൂർത്തി നിങ്ങൾക്ക് സഹായിക്കാൻ വേണം. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ഉപാസന മാത്രമോട് നിങ്ങൾ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് യഥാവിധി പഠിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് വേറെ നോളജുകളുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എൻ്റെത് പ്രാക്ടിക്കൽ നോളജ് മാത്രമാണ്. ആ നോളജ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ അനുഭവം വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് വേറെ പുസ്തകം വായിച്ച് പഠിച്ചിട്ടുള്ള ഒരു അറിവില്ല എനിക്ക്. അപ്പോൾ ഇത് ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം ചില ആൾക്കാരൊക്കെ അങ്ങനെ ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അങ്ങനെ അതിനെപ്പറ്റി. അപ്പോൾ ജസ്റ്റ് ഒന്നൊരു ഇൻഫർമേഷൻ തരിക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആരെയും വിമർശിക്കാനോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനോ വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. നിങ്ങൾക്ക് അത് ഇഷ്ടമാകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കുക, ഇല്ലെങ്കിൽ തള്ളിക്കളയുക. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.